ശ്രീ ആർ വി ബാബു, വി ഡി സതീശൻ MLA വീണ്ടും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പ്രസംഗത്തിൽ ഉടനീളം മതേതരവാദികൾക്കെതിരെയുള്ള ആരോപണമായിരുന്നു KP ശശികല ഉന്നയിച്ചത് എന്ന്. ഇന്ത്യയിൽ മൊത്തം ഒരു 17% ഉള്ളൂവെങ്കിലും ആരാധനാലയങ്ങൾ 17% ആകില്ല. മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയമായി സംസാരിക്കുക, ഇത്രയും വലിയൊരു വിഷം അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ വിഷം ഏറ്റവും കൂടുതൽ ശശികല ടീച്ചർക്കാണ്. എനിക്ക് എന്നെ പാമ്പെന്ന് വിളിച്ചാൽ എനിക്ക് എന്താ വിഷമം? സന്തോഷമാണ്. സന്തോഷമല്ലേ ഉള്ളൂ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അവിടെയാണ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇസ്ലാമിലേക്കുള്ള വിളിയത്. തോമാസുട്ടി, കാര്യം നിന്റെ പെങ്ങളാണെങ്കിലും ഇവളാളൊരു പാവം മൂർഖം പാമ്പാ. ഇത് ബാങ്കില് ഇത് 5 നേരവും ഉറക്കെ 5 പുറത്തുനിന്ന് കേൾക്കുമ്പോഴും പക്ഷേ ഇത് കാണിച്ചത് ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം തകർത്താനും അവരുടെ വിശ്വാസം ഇല്ലാതാക്കാനും അവരുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ പിടിച്ചു. അതോടൊപ്പം തന്നെ VD സതീശന്റെ 16 അടിയന്തരം നടത്തണം എന്ന പരാമർശം. ഒന്നുകൂടെ കേട്ടോ, സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. അത് അവരുടെ ഭാഗത്തു നിന്നല്ല, മറ്റൊരു നേതാവിന്റെ, താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സംസാരിച്ചിരുന്നു, മറ്റൊരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന്. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. സതീശനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയർത്തുവാനുള്ള കാരണം എന്താണ് പറവൂരിൽ? അത് പറയണ്ടേ? അല്ല, സതീശൻ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതലാണ് സതീശൻ ഹിന്ദു സംഘടനകൾക്കെതിരെ തിരിയാൻ കാരണം. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സതീശന് അങ്ങേയറ്റം വേർപ്പൊഴുക്കേണ്ടി വന്നു. പറവൂർ മുനിസിപ്പാലിറ്റിയിലടക്കം പല പഞ്ചായത്തിലും. അതിനൊന്നും ഇല്ലേ? അവിടെ സതീശൻ കയറി ചെന്ന വീടുകളിൽ നിന്നൊക്കെ അനവധി ചോദ്യങ്ങളുണ്ടായി. കോൺഗ്രസിന്റെ വർഗീയ പ്രീണനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി. വേറെ മോടൻകൊല്ലി ന്യായം മാത്രം. അപ്പോൾ അതാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സംഘടനകൾക്കെതിരായും ഹിന്ദു ഐക്യവേദിക്കെതിരായിട്ടൊക്കെയുള്ള പ്രതിഷേധമായിട്ട് മാറാൻ കാരണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. തുടർന്നാണ് സതീശൻ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവാദം കൊണ്ടുവന്നത്. ഇപ്പോഴും സതീശനെ അന്ന് ഞങ്ങൾ പറഞ്ഞു, സതീശനുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ, അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണു. പക്ഷെ സതീശൻ പറഞ്ഞു ഞാനുമായിട്ട് സംവാദത്തിന് തയ്യാറല്ല, സതീശൻ കുമ്മനം രാജശേഖരനുമായിട്ടേ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പോട്ടെ, സതീശന്റെ താല്പര്യം പോലെ നടക്കട്ടെ. അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ വ്യാജരേഖകളുമായിട്ടുള്ള കളിക്ക് നിൽക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അന്നും ഞങ്ങൾ പറഞ്ഞ വാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. നാളിതുവരെയായിട്ട് ക്ഷേത്രങ്ങളുടെ സതീശന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. പക്ഷെ അറിയേണ്ടതൊക്കെ അറിയാതെയും ഈ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ വിടുന്നു കരുതണ്ട. 2011 ശേഷമുള്ള ഓഡിറ്റ് റിപ്പോർട്ടില്ല ദേവസ്വത്തില്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. അത്തരം വിഷയങ്ങളിലൂടെ സതീശന് കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കി. അതിന്റെ ഫലം എന്തായിരുന്നു മഞ്ജുഷേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ മൊത്തം പറവൂർ നിയോജക മണ്ഡലത്തില് 15,000 വോട്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലായിട്ട് പോൾ ചെയ്യപ്പെട്ടെങ്കിലും എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. സതീശന് കിട്ടിയ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 300 വോട്ട് കുറവാണ്. കൂടുതലായി 15,000 വോട്ട് പോൾ ചെയ്തു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ 300 വോട്ട് ഇത്തവണ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സതീശന്റെ പാളയത്തിൽ നിന്നും അനവധി വോട്ടുകൾ ഹിന്ദുത്വ പാളയത്തിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതിലല്ല, ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിലാണ് അവൾക്ക് താല്പര്യം. അതാണ് വസ്തുത. ഇത് സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് വല്ലാത്ത വേവലാതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സതീശൻ ഇപ്പോ മതേതരത്വത്തിന്റെ വലിയ ചാമ്പ്യൻ ആവാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് മതേതര, അതായത് എത്ര കണ്ട് ഹിന്ദുക്കളെ ഭത്സിക്കുന്നോ, ഹിന്ദു സംഘടനകളെ, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാടാണ് മതേതരത്വത്തിന്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അപ്പൊ സതീശൻ മതേതരക്കാരനാവാനുള്ള ശ്രമമാണ്.
മതേതരത്തിന്റെ ചാമ്പ്യൻ ആവാൻ. ശരി, ഇടപെടുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് വി.ഡി. സതീശൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി.ഡി. സതീശൻ, ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. താങ്കളാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. അതാണ് ശശികല ടീച്ചറുടെ ഈ പ്രസംഗത്തെ ഇങ്ങനെയാക്കി തീർത്തത് എന്ന് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നു. പരാതിയിൽ കഴമ്പില്ല എന്നും. നമ്മളായിട്ട് നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങണത് ശീലമില്ലാത്തൊരു കാര്യം. അവരെന്നെ എനിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചാൽ എനിക്കതൊരു അഭിമാനവും അലങ്കാരവുമാണ്. കണ്ട പറഞ്ഞപ്പോ തന്നെ രോമൊക്കെ എണീറ്റ് സല്യൂട്ട് ചെയ്യണ. പക്ഷേ കാരണം വാ തുറന്നാൽ വിഷം മാത്രം ചീറ്റുന്ന ആളുകളാണ് ഈ ശശികല ടീച്ചർ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഈ ആർവി ബാബുവല്ല, നമ്മളിതൊന്നും അറിയുന്നില്ല. ഞാൻ ഈ ആർവി ബാബുവായിട്ടൊന്നും സമ്മേളനത്തിന് പോവാത്തതിന് കാരണം ഈ ആർവി ബാബുവിന്റെ ഒക്കെ പശ്ചാത്തലം എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നാട്ടുകാരുടെ കപന്തിനെ നടക്കുന്ന ഹിമാറ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. പറവൂരിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അവരുമായിട്ടൊക്കെ ആർവി ബാബുമായിട്ട് ഞാൻ സംവാദത്തിന് പോയാൽ എന്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ പിന്നെ എന്നെ അങ്ങോട്ട് കേട്ടില്ല. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. ഇയാൾ പറഞ്ഞു 2011 മുതലേ ഓഡിറ്റ് നടന്നിട്ടില്ല. ആരാണ് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് നടത്തുന്നത് ആൾക്കറിയാമോ? അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. എല്ലാ ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിങ്ങൾക്ക് ചുമതലയില്ല അതിന്. ദിവസങ്ങളോളം അച്ഛനായ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്താ നടത്താത്തത്? കുറച്ചുകൂടെ മര്യാദക്ക് സംസാരിക്കണം. ഞാനിനി മര്യാദ പഠിച്ച് പാസ്സായിട്ട് വേണം സാറിനോടൊന്ന് സംസാരിക്കാൻ. അതല്ലേ, ഇത് ആങ്കർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തുന്നത് വിരളി പിടിച്ചിട്ട് കാര്യമില്ല. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആസന തല കയറി വണ്ടി കൂട്ടി തളർത്തണം. വിരളി പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും ആളുകളോട് ഞാൻ സംസാരിക്കാനില്ല. ഇത് ചന്തയിൽ സംസാരിച്ചുകൊള്ളൂ, താങ്കൾ സംസാരിച്ചുകൊള്ളൂ. ശ്രീ വി.ഡി. സതീശൻ സംസാരിക്കുമ്പോൾ എന്നെ സംസാരിക്കാൻ താങ്കൾ അനുവദിക്കാതെ കുറെ നേരം ഒന്നേ എനിക്ക് പറയാനുള്ളൂ. സംസാരിക്കുന്നതിന് ഇടപെട്ടാൽ ഞാൻ സംസാരിക്കില്ല. താങ്കൾ സംസാരിക്കുന്നത് പോലെ ഇദ്ദേഹമായിട്ടൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. താങ്കൾ പറഞ്ഞോളൂ. ഇവരെ പോലുള്ള ആളുകൾ വന്ന് സതീശൻ ഫ്യൂഡൽ പ്രഭുവാ. പോസ്റ്റ് ഗ്രാജുവേഷനും എംഫിലും കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഈ പഠിച്ചു വന്നതേ നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെറുക്കാനല്ല. ലഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നും ഒരു ചെറുപറിൽ വേണ്ട സാഹിബിന് അറിയോ? അടിക്കണോ? പാണ്ടിക്കരിമ്പാറ പോലെയാണ്. എന്തൊരു പൊളിച്ചതറിയാണോ?